സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, നമുക്ക് ഇന്ന് കുറച്ച് ലൈവായിട്ട് ഫുഡ് റോസ്റ്റിംഗ് അങ്ങ് ചെയ്യാം. എന്താ പറയുന്നു? കൂടുതൽ ഇൻട്രൊഡക്ഷൻ എന്ന ആവശ്യമില്ല, നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ വീഡിയോ എടുത്ത് പ്ലേ ചെയ്യാം. ഓക്കെ, തേൻമുട്ടായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണണമെന്നില്ല. ഇങ്ങനെയാണ് തേൻമുട്ടായി ഉണ്ടാക്കുന്നത്. അകാലത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. അകാലത്തിൽ ഇന്ദ്രൻ നിർണയം ദേവിശ്രീ പ്രസാദമായി ഉണ്ടാക്കിയതാണ് ഈ സാധനം എന്നാണ് കേട്ടുകേൾവി. ഇന്ദ്രൻ അറിയില്ലായിരുന്നു ഇവിടുത്തെ കിണറുകളിൽ നിന്ന് കോരെ വെള്ളത്തിൽ കലർപ്പും മായവും കലർത്തി കളർ വാരി വിതിരി കൈയിട്ടിളക്കി കാൽ കൊണ്ട് ചവിട്ടി കുഴച്ച് കുടുകുടേ എന്ന ശബ്ദമുണ്ടാക്കി അവർ ഒരുമിച്ചിരുന്ന് വിയർത്തൊലിച്ചു വീഴ്ത്തി ചുമടായി ചുമന്ന് പെട്ടിയിലാക്കി കയറ്റി അയച്ചതാണ് ഈ സാധനമെന്ന്. ഇത് കഴിച്ച ഇന്ദ്രന് ആദ്യം ഒരു മിന്നലടിച്ചു, പിന്നെ 2 വെട്ടലും. അതിനുശേഷമാണത്ര ഇന്ദ്രൻ എന്ന കഥാപാത്രം മിന്നൽ വിടുന്ന ദേവനായി മാറിയത്. സുഹൃത്തുക്കളെ, ഈ നിറമൊരു മരീചിക. മലയാളിയുടെ മനസ്സിൽ ഇത് കുട്ടിക്കാലത്തെ മസ്താനിക. കഴിക്കുന്ന ആഹാരത്തിന്റെ മുകളിൽ കാൽ കൊണ്ട് ചവിട്ടിവന്റെ കാൽ പുഴുക്കട്ടെ സ്വാഹ. എന്തായാലും നിങ്ങൾ എല്ലാവരും ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ സാധനം കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ പലപ്പോഴും ഇതിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രത്തോളം അഹങ്കാരം പിടിച്ചൊരു സാധനമായിരുന്നു. ശരി, we'll go to next. പണ്ടത്തെ മനുഷ്യരെ പറ്റിയൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, കാട്ടിലേക്ക് ജീവിച്ചിരുന്ന മനുഷ്യരെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. കാലത്തെ കാണിച്ച് പല്ലുകളിൽ തയ്ക്കാത്ത വല്ല മാനിന്റെ പുറകെ നമ്മൾ ഓടേണ്ടി വരും. ഇന്നിപ്പോ ഇരുന്ന ഇരിപ്പിൽ ഭക്ഷണം ഇന്റർനെറ്റിലൂടെ കിട്ടുമ്പോൾ ഇതുപോലത്തെ പല കഴപ്പുകളും നമ്മൾ കാണേണ്ടി വരും. മുട്ടയെടുത്ത് ഡയറക്റ്റ് ആയിട്ട് വിഴുങ്ങണ ഒന്ന് ചവച്ച പോലും ഇല്ലെന്ന്. ഈ 2 എണ്ണത്തിന് രാത്രി പല്ലും നഖമൊക്കെ വരുമെന്തോ. അത് 1-2 32 മുട്ടക്കറി ഒറ്റ അടിക്ക് വിഴുങ്ങി കളഞ്ഞേക്കണം. ആ ബാക്കിൽ കൊതി പിടിച്ചിരിക്കുന്ന പെണ്ണിന്റെ അടുത്ത് ഒന്ന് ചോദിച്ച പോലും ഇല്ല. ഇവർക്ക് ഏറ്റവും വലിയ ലൗകിക സുഖം കിട്ടുന്നത് കക്കൂസിൽ പോയി ഇരിക്കുമ്പോഴായിരിക്കും. അതെന്തോന്ന് കൂടെ വലിച്ചു കയറ്റുന്നത് ചൗമിൻ നൂഡിൽസാ. ഇവരെയൊക്കെ നമ്മൾ ദൂരെ നിന്ന് വേണം കാണാനായിട്ട്. അറിയാതെ കാണാൻ നമ്മൾ ഇവരെ അടുത്ത് പോയാലേ ഇവരെ വാവലും തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ആകൃഷ്ടരായിട്ട് അകത്ത് തനിയെ നമ്മൾ തന്നെ കയറി പോയിരുന്നു കൊടുക്കും. ഇവളെ വയറ്റിനകത്ത് പോണ ആഹാരമൊക്കെ നേരെ മറിയാന ട്രെഞ്ചിന്റെ അടിയിലോട്ടാണ് പോണ. സത്യം, ജെയിംസ് ക്യാമറോൺ മുക്കളയിട്ട് പോയപ്പോഴത്തേക്കും കടലിന്റെ അടിത്തട്ടിൽ വയറിളകണ ഒരു ശബ്ദം കേട്ടെന്ന്. അങ്ങനെ ആത്മകഥയിൽ അത് പറയും. അല്ല, അങ്ങനെ ആത്മകഥ എഴുതിയിട്ടില്ല, എഴുതുമ്പോൾ അത് പറയുമല്ലോ. പക്ഷെ എന്റെ പൊന്നെ, ഇതൊക്കെ എന്താണ് ഇതൊക്കെ? Let's go next. സുഹൃത്തുക്കളെ, ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഭൂമിയുടെ ഏതോ ഒരു കോണിൽ ഓടലിൽ നിന്നും മാടലിൽ നിന്നും കോരിയെടുത്ത വേസ്റ്റ് വെള്ളം ശേഖരിച്ച് അതെടുത്ത് ബാരലുകളിലാക്കി ഫാക്ടറികളിൽ കൊണ്ടുപോയി പ്യൂരിഫൈ ചെയ്ത് ക്ലീൻ ചെയ്ത് കളർ ചേർത്ത് വൃത്തിയാക്കി വീണ്ടും എണ്ണയാക്കി തിരിച്ച് പെട്ടിയിലടിച്ച് ചീപ്പറയത്തിന് വിൽക്കുമെന്ന്. എന്നിട്ട് ഇത് കയറ്റിയും ഇറക്കിയൊക്കെ അയക്കുകയും ചെയ്യും. എടേ, ഇതൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഇവിടെ ഇപ്പൊ ഒന്നാമത് ക്യാൻസർ തട്ടിയിട്ട് നടക്കാൻ വയ്യ. ഇത് കണ്ടതോടുകൂടി എന്റെ ഭക്ഷണത്തെ പറ്റിയുള്ള വിശ്വാസം തടയപ്പെട്ടു. പുറത്തുനിന്ന് ആഹാരം കഴിക്കാനുള്ള ജിജ്ഞാസ തടസ്സപ്പെട്ടു. കത്തിച്ച് പെട്രോൾ റീസൈക്കിൾ, ഉപയോഗിച്ച എണ്ണയെ റീസൈക്കിൾ. ഭക്ഷണം ആവശ്യത്തിന് പോലും കിട്ടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അത് അനാവശ്യത്തിന് പോലും കിട്ടി തുടങ്ങിയപ്പോ പിന്നീട് അത് കച്ചവടമായി മാറി. ഒരു 10-40 വർഷം പുറകോട്ട് നോക്കും, മരച്ചീനിയും വാഴയുടെ കൂമ്പുക കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ. ഇന്ന് ഫാസ്റ്റ് ഫുഡ് ശൃംഖലകൾ അടിക്കടി ഓപ്പൺ ആകുന്നതും അത് ബ്ലോഗേഴ്സിന് വെച്ച് പ്രൊമോട്ട് ചെയ്ത് അവർ നമുക്ക് ഭക്ഷണത്തെ പറ്റി പറഞ്ഞു തരുന്നതുമായ ഒരു കാലഘട്ടം നിലനിൽക്കുമ്പോൾ ഭക്ഷണം നിങ്ങൾക്ക് ആഡംബരത്തിനാണ്, വിശപ്പിനല്ല. അതാണ് പരമമായ സത്യം. അപ്പൊ നമുക്ക് അടുത്ത വീട്ടിലോട്ട് കിടക്കാം. ദേ നോക്കൂ, ഒരു വിടക്കേന്റെ സ്വത്ത് ഭാഗം വെക്കുന്നത്. സ്വത്ത് വീതം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാതെ പോയി കിടന്നു ഉറങ്ങണം. ഇതാണ് മലൈക്ക അറോറ, മൽഗോവൻ കോഡ, അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും പേര്. എനിക്ക് എന്റെ പേര് കേട്ടാ ഒന്നും വേണ്ട. കയ്യിലൊരു ഗ്ലൗസ് ഇട്ട് ചെയ്തിരുന്നെങ്കിൽ എന്താണ് എലി, അത് ആയിരിക്കും അല്ലേ? വിക്രത്തില് റോളക്സ് ക്യാമിയോ അടിച്ചാണെങ്കിൽ എലി ക്യാമിയോ അടിച്ചേടേ. ഓ, പിന്നെ ഒരു കാര്യമുണ്ട്, എലിയല്ലേ, എലി വിഷമൊന്നുമല്ലല്ലോ. ഈ എലിയൊക്കെ സത്യം പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് സ്ട്രീറ്റ് ഫുഡിൽ ഇപ്പോ. Let's go to next video. ഇത് അക്കനും മോളും കൂടെ രാവിലെ എണീച്ച് ഒരു 5 തേങ്ങ അങ്ങ് പൊതിച്ച്. അപ്പൊ നോക്കിയപ്പോ തൊണ്ട് കളയാൻ സ്ഥലമില്ല. തലേ ദിവസത്തെ ചട്ടിനി ഫ്രിഡ്ജിലിരിക്കണ ഓർത്തപ്പോ കരുതി എന്നാപ്പൻ ഇതങ്ങ് തിന്നാന്ന്. കേട്ട വായിൽ എടുത്ത പാതി മോളും പറഞ്ഞ് എനിക്കും വേണം 2 എണ്ണം. ഇവരെ വീട്ടിലെ രാത്രി എന്നും ഫെരാരി സ്റ്റാർട്ട് ചെയ്യണ ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞ അയൽവക്കാർ പരാതി പറയാണ്. ചുമ്മാ അത് ഇവര് ബാത്റൂമിൽ പോണ ശബ്ദമാണ്. നല്ല ഈളം തൊണ്ടെന്ന്. അകോക്കെ നല്ല ടെൻഡർ. ഈ ഉപ്പിലിട്ട തൊണ്ടൊക്കെ എങ്ങനെ കഴിക്കണ? 2 ചിരട്ടയും കൂടി വിഴുങ്ങി വെച്ചി. എനിക്ക് തോന്നണ ചിലപ്പോ ഇത് കഴിക്കാൻ പറ്റുന്ന തൊണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള തേങ്ങ ഇങ്ങനെ അല്ല, ഇതിപ്പോ തൊണ്ടാകുമ്പോ ഒരുപാട് നാരടങ്ങിയ ഭക്ഷണമാണല്ലോ, നാരം കിട്ടും. ഇനി തായ്ലാന്റിലെ തൊണ്ടൊക്കെ തിന്നാൻ പറ്റണാണെങ്കിലോ? അല്ല, ഈ സ്ഥലം മാറുമ്പോ വ്യവസ്ഥകൾ മാറുമല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെയൊക്കെ കഞ്ഞി വരെ കുടിച്ചാൽ പല്ല് വേദന എടുക്കുന്ന ടീംസാണ് ഉള്ളത്. ഇതൊക്കെ ഇത്ര ഈസി ആയിട്ട് കടിച്ച് പറിക്കണമെങ്കിൽ ഇവരെ പല്ല് സ്റ്റീലായിരിക്കണം. എന്തായാലും പട്ടിണി മാറ്റാൻ പഠിച്ചവരാണ് അവർ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ചേച്ചി, ഷാദിക്ക് മുന്നേ ചേച്ചിയുടെ പല്ലിന് ഇത്രയും കട്ടി മൂർച്ച ഉണ്ടായിരുന്നത്, അതാ ഷാദിക്ക് ശേഷമാണ് പല്ലിന് ഇത്രയും കട്ടി മൂർച്ച വന്നത്? ഷാദിക്ക് ശേഷമാണെങ്കിൽ ഭർത്താവ് പെട്ടുപോയി കാണും. ചവച്ച വെച്ച് മുണുങ്ങണ നോക്ക്. എല്ലാം പടച്ചവന്റെ ലീലാവിലാസങ്ങൾ. ഇവരൊക്കെ എങ്ങനെ ജീവിച്ചിരിക്കണം അല്ലേ? നെക്സ്റ്റ്. ഇത് അരേവ മോളിരുന്ന് പപ്പടം ഉണ്ടാക്കുന്നതാണ്. ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യത്തിന്റെ പ്രജകളാണിവർ. ഈ പപ്പടം വിറ്റ് ജീവിക്കുന്ന പാവം പ്രജകൾക്ക് അത്ര വിവരമില്ല, വിദ്യാഭ്യാസവുമില്ല. കാരണം അവർ പപ്പടമാണല്ലോ കഴിക്കുന്നത്. ഒരു പപ്പടം ഉണ്ടാക്കാനുള്ള ചേരുവകളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു പരദേശി പല്ല് ചുവന്ന അണ്ടാവ് കനലിട്ട് കത്തിച്ച് അതിൽ വെള്ളം തിളപ്പിക്കണം. മുകളിൽ മലർത്തി വെച്ച അടപ്പിലേക്ക് കുജം ചേർത്ത് ഇളക്കിയ മാവൊഴിച്ച് കലക്കണം. എന്നിട്ടത് പരത്തണം. ശേഷം അവിടെ ഒരു കോങ്കണ്ണുള്ള ചേച്ചിയെ പിടിച്ചിരുത്തണം. അവരത് ത്രികോണയിൽ പരത്തി വട്ടമാക്കി വെയിലത്ത് വെച്ച്
ഉണക്കി കാലുകൊണ്ട് ചവിട്ടി വട്ടവട്ടമായി ഇളക്കിയെടുക്കണം. എന്തോന്നടേ കടവുള്ളേ, ഇവരുടെ ജന്മാവകാശം നീ നിഷേധിക്കരുതേ. കർത്താവെ, നീ പേറിയ പാപം തീർന്നിട്ടില്ല മച്ചാനെ. പഠിച്ചവനെ ഇനിയും ജനങ്ങളെ ദ്രോഹിക്കരുതേ. ഇന്നത്തേക്ക് ഇത് മതി, എനിക്ക് ഇനി വയ്യ. ആ പപ്പടം ഉണ്ടാക്കണം, എന്റെ കിളി പോയി. ഇതുവാടേത് ആദ്യമൊക്കെ പരത്തിക്കൊണ്ട് വന്നത് ഓക്കെ, അവസാനം കാല് വെച്ച് ചവിട്ടിയത് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കണക്കാണ് അവർക്ക്. ഐ പിറ്റി ഓൺ ദി സോ ഗൈസ്, മതി, ഇന്നത്തേക്ക് മതി. നമുക്ക് വീണ്ടും ഒരു അടുത്ത വീഡിയോ കാണാം. ഒരുപാടായാൽ അമൃതും വിഷം. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ യു കമന്റ് ഡൗൺ, ദെൻ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനി ഒരുപാട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ള മറ്റേ ഷോർട്സ് തന്നെ വീഡിയോസ് വീണ്ടും ചെയ്യുന്നതായിരിക്കും. റെസ്റ്റോറൻറ്റ് റിവ്യൂസ്, ഫുഡ് റിവ്യൂസ് എല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ ശരി, നമുക്കൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.